ആം ആദ്മി പാർട്ടിക്കും തൃണമൂൽ കോൺഗ്രസിനും പിന്നാലെ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളെയും ആശങ്കയിലാക്കി പിളർപ്പ് ഭീഷണി. വിമത ഭീഷണിക്കിടെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ നിർണായക യോഗം ഡൽഹിയിൽ ചേരുകയാണ്. 9 അംഗ ലോക്സഭാ കക്ഷിയിൽ 3 MP-മാർ മാത്രമാണ് ഈ യോഗത്തിന് എത്തിയിട്ടുള്ളത്. സമാജ്വാദി പാർട്ടിയിൽ പിളർപ്പെന്ന റിപ്പോർട്ടുകൾ നേതൃത്വം തള്ളിയിട്ടുണ്ട്. SP-യിൽ പിളർപ്പ് അനിവാര്യമെന്ന് ആവർത്തിക്കുകയാണ് ഉത്തർപ്രദേശ് മന്ത്രി ഓം പ്രകാശ് രാജ്ഭർ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം നെടുങ്ങാടി, നേരത്തെ തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ 9 MP-മാരിൽ 6 പേർ മറുപക്ഷത്തേക്ക് വിമതപക്ഷത്തേക്ക് മാറുന്നതായുള്ള സൂചനയുണ്ടായിരുന്നു. അവർ ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം പോയേക്കും എന്ന സൂചനകളും നേരത്തെ തന്നെ വന്നിരുന്നതാണ്. ഇപ്പോൾ ഇതാ 3 പേർ മാത്രമാണ് അവരുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിനായി എത്തിയിരിക്കുന്നത് എന്നാണ് വിവരം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ 9 ലോക്സഭാംഗങ്ങളിൽ 6 പേരെ ഷിൻഡെ വിഭാഗം അടർത്തിയെടുക്കുന്നു ഓപ്പറേഷൻ ടൈഗറിലൂടെ എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ ഉദ്ധവ് താക്കറെ വിഭാഗം ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ എത്താത്ത വിമത വിഭാഗത്തെ പുറത്താക്കാനുള്ള ഒരു നീക്കമാണ്. അത് അവരുടെ സുരക്ഷിതമായി മറ്റ് പാർട്ടിയിൽ അല്ലെങ്കിൽ ഷിൻഡെ വിഭാഗത്തിൽ ലയിക്കാനുള്ള അവരുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകും. എന്തായാലും ഈ യോഗം ഇപ്പോൾ പാർലമെന്ററി ബോർഡ് യോഗമാണ് ആദ്യം ചേരുന്നത്. ആ യോഗത്തിനായി 3 പേർ മാത്രമാണ് ഇതുവരെ എത്തിച്ചേർന്നിരിക്കുന്നത്. പാർലമെന്റ് ഹൌസിലെ പാർലമെന്ററി പാർട്ടി ഓഫീസിൽ സഞ്ജയ് റൌട്ട്, അരവിന്ദ് സാവന്ത്, അനിൽ ദേശായി എന്നീ 3 പേർ മാത്രമാണ് ഇതുവരെയും യോഗത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. 6 ലോക്സഭാംഗങ്ങൾ സഞ്ജയ് ദിന പാട്ടീൽ, സഞ്ജയ് ദേശ്മുഖ്, നാഗേഷ് പാട്ടീൽ, ഓം രാജെ നിംബാൽക്കർ, ദൗസാഹിബ് വാക്ചൌരെ, സഞ്ജയ് ജാദവ് എന്നീ 6 ലോക്സഭാംഗങ്ങളാണ് വിമതരായിക്കൊണ്ട് മറുപക്ഷത്തേക്ക് ചാടുന്നത്. എന്തായാലും ഈ MP-മാർ കഴിഞ്ഞ ദിവസം തന്നെ സ്പീക്കർക്ക് കത്ത് നൽകിയതായുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്പീക്കറുടെ ഓഫീസോ വിമതരോ അക്കാര്യം സ്ഥിരീകരിച്ചിരുന്നില്ല. ഇന്നലെ രാത്രി ഈ വിഭാഗം യോഗം ചേർന്നിരുന്നു. എന്തായാലും ഇന്ന് വീണ്ടും യോഗം ചേർന്ന് പിന്നീട് സ്പീക്കറെ നേരിൽ പോയി കാണാനുള്ള നീക്കമുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ വിഭാഗത്തിൽ നിന്നും ആരും ഇതുവരെ ഏക്നാഥ് ഷിൻഡെ അടക്കം ആരും പരസ്യമായ പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു എന്നും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കത്ത് നൽകിയിട്ടുണ്ട്. തങ്ങൾ പാർട്ടിയിലെ 3-ൽ 2 അംഗങ്ങളും ഈ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തോടൊപ്പം ചേർന്നിരിക്കാൻ താല്പര്യപ്പെടുന്നുവെന്നും ശിവസേന സഞ്ജയ് റൌട്ടിനെയാണ് ആ കത്തിൽ കുറ്റപ്പെടുത്തുന്നത്. സഞ്ജയ് റൌട്ട് പാർട്ടിയെ കോൺഗ്രസിന്റെ ലയിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ ലയിക്കുന്നതാണ് നല്ലത് എന്ന് സഞ്ജയ് റൌട്ട് പറഞ്ഞിരുന്നു. അടുത്ത ഘട്ടം എന്നുള്ളത് ശിവസേനയെ കോൺഗ്രസിൽ ലയിപ്പിക്കുകയായിരിക്കും. ശിവസേനയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ഒരു നീക്കം. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഷിൻഡെ വിഭാഗത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സ്പീക്കർക്ക് നൽകിയ കത്തിൽ 4 പേജുള്ള കത്തിൽ സൂചിപ്പിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കത്തിൽ ഈ കൂറുമാറ്റ നിരോധന നിയമം തങ്ങൾക്ക് ബാധകമല്ല, പാർട്ടിയുടെ 3-ൽ 2 തങ്ങൾക്കൊപ്പമാണ് എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നുമാണ് റിപ്പോർട്ട്. ഇക്കാര്യം ഇതുവരെയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം സമാനമായ ആം ആദ്മി പാർട്ടിക്കും തൃണമൂൽ കോൺഗ്രസിനും പിന്നാലെ ഇപ്പോൾ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തും വലിയ തോതിലുള്ള പിളർപ്പ് നേരിടുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.